പുതിയങ്ങാടി ബീച്ച് റോഡിൽ ബസ്സിന് മുകളിൽ വൈദ്യുതി തൂണ് പൊട്ടിവീണ് അപകടം. ബസ് ജീവനക്കാരും യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. BSNLന്റെ വൈഫൈ കേബിളിൽ കുടുങ്ങിയതാണ് അപകടം നടന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യവും നെറ്റ്വർക്ക് ചാനലിന് ലഭിച്ചു. ഉച്ചയ്ക്ക് 2:20 കൂടിയായിരുന്നു ബീച്ച് റോഡിൽ വെച്ച BSNLന്റെ കേബിളിൽ കുരുങ്ങി ബസ്സിന് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ബസ് ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്ന 4ഓളം യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഈ സംഭവത്തെക്കുറിച്ച് ബസ്സിൻ്റെ ഡ്രൈവർ, റോഡ്നെറ്റ് ബസ്സിൻ്റെ ഡ്രൈവർ നമ്മളോട് പ്രതികരിക്കുന്നു. നമസ്കാരം, പേരെന്താ? ബിലാൽ അല്ലേ? എന്തായിരുന്നു ബിലാൽ സംഭവിച്ചത്? ഇത് പുതിയ ബീച്ച് റോഡേക്ക് സ്ഥിരം ഓടുന്ന ബസ് തന്നെയാണ്. അത് ഇതിലൊന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡെല്ലാം റോഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ആ തെങ്ങിനാണ് ഇവർ വയറ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ തെങ്ങ് ഓൾറെഡി റോഡിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ നമ്മൾ സ്ട്രൈറ്റ് ക്രോസ് ആയി നിൽക്കുന്ന വയറാണെങ്കിൽ ഡ്രൈവർക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബസ് മേലോട്ട് നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ, റോഡ് നോക്കിയിട്ടില്ല വണ്ടി ഓടിക്കും. ഇപ്പം ക്രോസ് ആണെങ്കിൽ നമുക്ക് ലോങ്ങിനെ കാണാൻ പറ്റും. ഇത് സൈഡിലുള്ള ഈ ചെരിഞ്ഞ് നിൽക്കുന്ന തെങ്ങിന് ഈ വയറ് കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടണമെന്നില്ല. അപ്പോൾ ബസ്സിൻ്റെ കൊമ്പിന് കുടുങ്ങി ഇളകിയതിന് ശേഷം പോസ്റ്റ് വന്ന് ബസ്സിന് വീണപ്പോഴാണ് ഇത് അറിയുന്നത്. അതെന്തോ ഭാഗ്യം ബസ്സിൻ്റെ മുകളിൽ വീണ് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത്. അത് ഈ പോസ്റ്റ് ഇവിടുന്ന് അങ്ങത്തോളം എല്ലാ വയറും നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ വയറും റോഡിലേക്ക് ചേർന്ന് താണു കിടക്കുകയാണ്. ഇതിവരെ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. സ്ഥിരം ഓടുന്ന ബസ് നമുക്കറിയാം വയറ് എവിടെയൊക്കെ താണു കിടക്കുന്നത്. പക്ഷേ ഇത് റോഡ് സൈഡിൽ കിടക്കുന്ന ഇതാണ്. അത് ആ പോസ്റ്റിന് കുടുങ്ങി പോസ്റ്റ് വലിഞ്ഞ് ബസ്സിൻ്റെ മുകളിലേക്ക് വീഴുകയാണ്. അങ്ങനെയാണ് ഉണ്ടായത്. ഒരു 10-15ഓളം യാത്രക്കാരുണ്ടായിരുന്നു. സ്ഥിര യാത്രക്കാരാണ് ഇതിലുള്ളത്. അവർക്ക് അറിയാം കാര്യങ്ങൾ എന്താണ്, നമ്മളെപ്പം പോയി വരുന്നതാണ്, എങ്ങനെയാണ് ഇവിടുന്ന് റോഡ് അങ്ങനത്തെ മോശം റോഡാണ്. അപ്പോൾ ചിലപ്പോൾ റോഡ് കട്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് വണ്ടി അങ്ങോട്ട് മാറ്റേണ്ടി വരും, കട്ടർ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഈ തെങ്ങ് കൂടുതൽ റോഡിലേക്കാണ് ചാഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ മേലെ കൂടെയാണ് ഈ വയർ. എന്തിനു പറഞ്ഞാൽ ഇലക്ട്രിക് കേബിൾ അടക്കം പോകുന്നത് അത്രയും താണിട്ടാണ്. ഒരു വയർ കെട്ടുമ്പോൾ അതിൻ്റേതായ ഒരു പരിധി ഉണ്ടല്ലോ, എത്ര ഉയർത്തി കെട്ടണം. ഒരു ബസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാറല്ലല്ലോ, ബസ്സല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ഹൈറ്റും ഇതും കൂടി അവർ കണക്കിലെടുത്തിട്ടുണ്ട് വയർ, റോഡ് സൈഡിലുള്ള വയർ കെട്ടാൻ. ഇതിപ്പോൾ ലോറിയും കാര്യങ്ങളും പോകുന്ന റോഡാണെങ്കിൽ ഇതിലെല്ലാ വയറും പൊളിയും. ഇതിപ്പോൾ സ്ഥിരം നമുക്കറിയാം എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ഈ ഒരു വയറെന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തതാണ്. അപ്പോൾ ആ ബസ്സിൻ്റെ കൊമ്പിൻ്റെ ഉള്ളിലേക്ക് വയർ കുരുങ്ങി പെട്ടെന്ന് കാണില്ല. ചെറിയ വയർ, ബസ് ഇത്ര വലിയ വെയിറ്റുള്ള ബസ് കുടുങ്ങിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കുടുങ്ങിയെന്ന്. അപ്പോൾ അത് വണ്ടി എടുത്ത് മുന്നോട്ട് എടുത്തതിന് ശേഷമാണ് പോസ്റ്റ് ഒടിഞ്ഞ് ബസ്സിൻ്റെ മേലിലേക്ക് വീഴുന്നത്. അങ്ങനെയാണ് ഈ സംഭവം. ഭാഗ്യം എന്ന് മാത്രമേ ഇത്ര പാസഞ്ചർ, കുട്ടികളും പെണ്ണുങ്ങളും ആൾക്കാരൊക്കെ ആയിട്ട്, പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബസ്സിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ബസ്സിൻ്റെ മുകളിൽ അവിടെ നിന്നതുകൊണ്ട് ബസ്സിൻ്റെ ക്വാളിറ്റി കാരണം അത് അവിടെ നിന്നു, ഇല്ലെങ്കിൽ അത് താഴേക്ക് വീഴും. കറണ്ടൊക്കെ അപ്പാട് തന്നെ പോയി. എന്തോ ഭാഗ്യം ഇലക്ട്രിക്കും കാര്യങ്ങളും ഇതൊന്നും ഇലക്ട്രിസിറ്റി ഒന്നും വണ്ടിയിലേക്ക് അടിക്കാത്തത് ഭാഗ്യം. ആരതോ ഭാഗ്യം ബസ്സിലുണ്ടായി, ആരതോ ഭാഗ്യം കൊണ്ട് ഇങ്ങനെയായി. എന്തായാലും തീരദേശ മേഖലയിൽ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണ് നമ്മുടെ പുതിയങ്ങാടി ബീച്ച് റോഡ് എന്ന് പറയുന്നത്. ഇവിടെ അശാസ്ത്രീയമായ രീതിയിൽ BSNLന്റെ കേബിള് സ്ഥാപിച്ചതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് ഇതിൻ്റെ ബസ്സിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെ പറയുന്നത്. ഇത് മുഴുവൻ കേബിളുകളും BSNLന്റെ ഇത്തരത്തിൽ അപകടം സൃഷ്ടിക്കുന്ന കേബിളുകൾ മാറ്റി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ഇനിയൊരു അപകടത്തിന് കാത്തു നിൽക്കരുതെന്നുമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത്. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷിനോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.